ഹലോ, അസ്സാം വലൈക്കും. കുറേ നാളായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. കുറേ നാളെന്ന് വെച്ചാൽ ഒരു 3-4 മാസമായി. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. ഞാനില്ലെങ്കിൽ തന്നെ ആകെ ഒരു കുറച്ച് വീഡിയോ ഇട്ടിട്ടുള്ളൂ. പിന്നെ എന്തോ കാരണവശാൽ അതിൽ നിന്ന് കുറച്ച് വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. അതിനെപ്പറ്റിയൊന്നും എനിക്ക് ശരിക്കും അറിയില്ല, എന്തുകൊണ്ടാണെന്നൊന്നും. എന്തെല്ലോ പ്രോബ്ലം യൂട്യൂബിൽ വന്ന് അതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. വീണ്ടും പിന്നെയും ശരിയാക്കിയത് യൂട്യൂബിൻ്റെ ഇതെല്ലാം. പിന്നെ വേറെന്താ പറയുക, അങ്ങനെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നിങ്ങളോട് എന്താ ഞാൻ പറയേണ്ടത്. പറയാനൊരുപാട് കാര്യങ്ങളുണ്ട്, പറയാനും വീഡിയോയിൽ ഒരുപാട് എടുത്തു വെച്ചിന്. പക്ഷെ എനിക്കിപ്പോൾ അതൊന്നും ഇടാനും പറ്റുന്നില്ല, പറയാനൊന്നും കിട്ടുന്നുമില്ല. പക്ഷെ വീഡിയോ എടുക്കണം, എന്തെങ്കിലും സംസാരിക്കണം എന്നുള്ള ആഗ്രഹം ഒരുപാടുണ്ട് മനസ്സിൽ. പക്ഷെ ഒന്നും ആയി വരുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല, എന്താ പറയേണ്ടതെന്നും പറ്റുന്നില്ല. വീഡിയോ എടുത്തു വെച്ചതൊന്നും എനിക്ക് ഇടാനും പറ്റുന്നില്ല. കുറച്ച് ക്ലിപ്പായിട്ട് ഞാൻ എടുത്ത് വെച്ചിനു. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലൊറ്റയ്ക്കാണ്. എൻ്റെ വീട്ടിൽ കുട്ടികളൊന്നും ഇല്ല. എൻ്റെ രണ്ടാമത്തെ മോളെ കല്യാണം കഴിഞ്ഞ് തിരക്കേനു ഇത്രയും നാൾ, ഒരു 3-4 മാസമായിട്ട്. അപ്പോൾ സ്വന്തം മോളെ കല്യാണമാകുമ്പോൾ എന്തായാലും എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, എല്ലാ തിരക്കുകളും കാര്യങ്ങളും പണിക്കാരും അതിൻ്റെതായ എല്ലാ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ടുന്നത്. എപ്പോഴും ഞാൻ വിചാരിക്കും ഇന്നൊരു വീഡിയോ ഇട്ടാലോ. ചിലപ്പോൾ ഭയങ്കര തിരക്കുള്ള ദിവസവും മനസ്സിലിങ്ങനെ വീഡിയോ എടുക്കണം, യൂട്യൂബിലിടണം എന്നുള്ളൊരു വിചാരം ഉണ്ടാവും. പക്ഷെ ഇതൊന്നും എനിക്ക് ആരോട് പറയാനും പറ്റില്ല. കാരണം അത് ശരിയല്ലല്ലോ, അടിയേറ്റം കിട്ടും. കാരണം ഇത്രയും വലിയ തിരക്കുള്ള ഒരു ദിവസത്തിൽ വീഡിയോ എടുത്ത് യൂട്യൂബിലിടാന്നെല്ലാം വെച്ചാൽ ഭയങ്കര ടാസ്ക് തന്നെയാണ്. എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഇങ്ങനെ ഉണ്ടേനു അന്നേരമല്ലോ, ഇട്ടാലോ. ഒരുപാട് ഞാൻ ചാൻസ് നോക്കി ഇടാൻ പറ്റുമോ, കുറച്ച് വീഡിയോസ് എടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇട്ടാലോ എന്നുള്ളത്. പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് റെഡി ആവുന്നില്ല. ഇങ്ങനെ വീഡിയോ എടുക്കും, സംസാരിക്കും, പിന്നെയും ഞാനത് കേട്ടിട്ട് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്യും. പിന്നെ എല്ലാത്തിനും എന്താ പറയാൻ, ഒരുക്കം വേണ്ടേ. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, പെട്ടെന്ന് ആരെങ്കിലും വിളിക്കാൻ, അല്ലെങ്കിൽ ആരെങ്കിലും വരും, അല്ലെങ്കിൽ ഒരു വീട്ടിൽ എന്തായാലും താമസിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കല്യാണം ഉറപ്പിച്ച് വെച്ച വീട്, കല്യാണം കഴിഞ്ഞ വീടെല്ലാം ആകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഒരു വീട്ടിലുണ്ടാവും. പിന്നെന്താ പറയാൻ, എല്ലാ തിരക്കിൽ നിന്നും ഒഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു സമയം കിട്ടലില്ല. ഒന്നാമത് എൻ്റെ വീട്ടിൽ ആരെങ്കിലും വരും, എല്ലാം നല്ല കാര്യമാണ്. വീട്ടിൽ നമുക്കിപ്പോൾ വീഡിയോ എടുക്കലും യൂട്യൂബിൽ ഇടലൊന്നുമല്ലല്ലോ വലിയ കാര്യം. നമ്മളെ സ്വന്തക്കാർ നമ്മളെ കാണാൻ വരാൻ, നമ്മളെ വിശേഷങ്ങൾ അറിയാം, അവരോട് സംസാരിച്ചിരിക്കുക, അതെല്ലാം തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതിലും വലിയ സന്തോഷമൊന്നും ഇല്ല. എന്നാലും ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ വീഡിയോ ചെയ്യാനും യൂട്യൂബിലിടാനും. പക്ഷെങ്കിൽ അതിനൊരു സമയം കിട്ടുന്നില്ല. സാധാരണയായിട്ട് എൻ്റെ ഉമ്മ വീട്ടിലുണ്ടാവും. ഇപ്പോൾ കുറേ നാളായിട്ട് ഉമ്മയില്ല. ചില സമയത്ത് ഞാൻ ഭയങ്കര മൂഡൗട്ടായിട്ട് ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് എനിക്കിങ്ങനെ മൊബൈലിൽ നോക്കാനും യൂട്യൂബിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം യൂട്യൂബ് നോക്കാനും, അപ്പോൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഇതുപോലെ ചെയ്താലോ, എനിക്കും ഇങ്ങനെ പറയാനൊരിഷ്ടം. അത്രയേ ഉള്ളൂ, എനിക്ക് വേറൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. എനിക്കിങ്ങനെ സംസാരിക്കാനും നമ്മളെ ഓരോ ദിവസത്തെ കാര്യങ്ങളിങ്ങനെ ഇടാനും, മറ്റുള്ളവർ നമ്മളെ വീഡിയോ കാണാനും അവരെ കമൻറ്റ് അറിയാനും, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രം ഞാനിതിങ്ങനെ വിടാണ്ട് പിടിച്ച് നിൽക്കുന്നത്. കാരണം ഞാനൊരു വീഡിയോ ഭയങ്കര ബുദ്ധിമുട്ടി, ഭയങ്കര ടാസ്കോട് കൂടിയിട്ട് എൻ്റെ ഈ വീട്ടിൽ നിന്ന് സിറ്റുവേഷനിൽ ഇങ്ങനെ വീഡിയോ എടുക്കലും പറയലെല്ലാം എനിക്ക് ശരിക്കും ഒരു ടാസ്ക് തന്നെയാണ്. ആ ഒരു അവസ്ഥയിൽ ഞാനിങ്ങനെ എപ്പോഴെങ്കിലും കുറച്ച് വീഡിയോസ് ഇട്ട്, ഞാൻ പറഞ്ഞില്ലേ പോയത്, അതിപ്പോൾ 2-3 വീഡിയോസേ ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെയെല്ലാം ഇടലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് യൂട്യൂബർ വീഡിയോ ഞാൻ കാണലുണ്ട്. അവരെ കാണൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വീഡിയോ കാണുന്നതിലും കൂടുതൽ ഇഷ്ടം അവർക്ക് വരുന്ന കമൻസ് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓരോരുത്തരുടെ വ്യക്തിത്വത്തിനെ ഇങ്ങനെ കാണുന്നവർ എന്താ പറയാൻ, ഒരാളെ വ്യക്തിത്വത്തിനെ വിലയിരുത്തിയിട്ട് അപ്പോൾ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കേൾക്കുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. നമുക്കത്
വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയത്. ഞാൻ വിചാരിക്കും എന്തൊരു സുഖം ഉണ്ടാവും ആ യൂട്യൂബർക്ക് ഇതെല്ലാം വായിക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിക്കും. അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്കൊരു കമൻറ്റ് പോലും വരുത്തില്ല. ഞാനങ്ങനെ അത്ര വലിയ ക്വാളിറ്റിയുള്ള വീഡിയോ ഒന്നും ഇടലില്ല, എപ്പോഴും ഇടലില്ല. എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ മാത്രം ഞാൻ ഇടുന്ന വീഡിയോ. അതും എനിക്ക് വലിയൊരു ടെക്നിക്കലായിട്ട് എനിക്ക് അതിനെപ്പറ്റി ശരിക്കും അറിയില്ല. എഡിറ്റിങ്ങിലും എനിക്ക് വലിയ ശരിക്കുള്ള അറിവൊന്നുമില്ല. ഉള്ള അറിവ് വെച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നതെന്നല്ലാതെ അതും എനിക്ക് വെറുതെ എനിക്കിപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് വന്നില്ലെങ്കിലോ ലൈക്കോ പിന്നെ ഇതൊന്നും സബ്സ്ക്രൈബർ കൂടിയില്ലെങ്കിലോ അത് ഒഴിവാക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം വീണ്ടും ഇതിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കാൻ. പിന്നെ അതിനോടൊരിഷ്ടം എന്താ പറയാൻ. പിന്നെ അങ്ങനെയുള്ളതാണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ എന്തായാലും ഇങ്ങനെ വീഡിയോ ഇടയ്ക്ക് ഇട്ടുകൊണ്ടേയിരിക്കും. എൻ്റെ ആ ഉള്ളിലുള്ള ഒരിഷ്ടം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്ത് വലിയ പ്രശ്നമായാലും എന്ത് വലിയ തിരക്കായാലും എൻ്റെ ഉള്ളിൽ ആഗ്രഹം എപ്പോഴും ഉണ്ടാവും വീഡിയോ ചെയ്യണം, പിന്നെ യൂട്യൂബിലിടണം, സംസാരിക്കണം. ഒന്നാമത് ഭയങ്കരമായിട്ട് മൂഡൗട്ടായിട്ടിരിക്കുമ്പോൾ എനിക്കിതെല്ലാം തന്നെ സന്തോഷം. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബക്കാരെ, എൻ്റെ ഏട്ടത്തി അനിയത്തിമാരെ, എൻ്റെ ഉമ്മ ആരെങ്കിലും ഉണ്ടാവണം. പിന്നെ അവരെല്ലാം വരുന്ന എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. എനിക്കിങ്ങനെ വെറും മൂടിയായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തോ വെറുതെ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, വെറുതെ ഒരു ടെൻഷൻ വരും. അപ്പോൾ ഞാൻ ആരെങ്കിലും വന്നാൽ ആ സന്തോഷം എനിക്ക് ഭയങ്കരമായിരിക്കും. ഇല്ലെങ്കിൽ ഒറ്റയ്ക്കാവുമ്പോൾ ഞാനിങ്ങനെ ഫോണിൽ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് നിസ്കാരവും കാര്യവും പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ എപ്പോഴും കുട്ടികളൊന്നും വീട്ടിലില്ലാത്ത സമയത്ത് കാര്യമാണ് ഞാൻ പറയുന്നത്. കുട്ടികളെല്ലാം വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും തിരക്കും കാര്യങ്ങളും ആൾ വരുത്തും. പിന്നെ ഉമ്മ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ വീട്ടിൽ എപ്പോൾ എൻ്റെ ആങ്ങളാരെല്ലാം കയറി വരും. അന്നേരം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വേറെ ഒന്നിനും നേരം ഉണ്ടാവില്ല, ഫോണൊന്നും നോക്കാൻ പോലും നേരം ഉണ്ടാവില്ല. ഉമ്മ പിന്നെ എപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവില്ല. ഉമ്മക്ക് ഞാൻ പറഞ്ഞില്ലേ 8 മക്കളുണ്ട്. അപ്പോൾ ഓരോരുത്തരും കുറച്ച് ദിവസം ഒരു വീട്ടിൽ എൻ്റെ അടുത്തെല്ലാം താമസിച്ചാൽ പിന്നെ വേറൊരാൾ വിളിക്കും. അങ്ങനെ ഓരോ വീട്ടിലായിട്ട് ഉമ്മ കുറച്ചായിട്ട് താമസിക്കും. പിന്നെ ഒരുപാട് പറഞ്ഞ് ഞാനങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. ഇൻഷാ അള്ളാ അപ്പോൾ ഇത്രയും വിശേഷമുള്ളൂ. ഇൻഷാ അള്ളാ ഇനിയും ഞാനിങ്ങനെ ചാൻസ് നോക്കി കുറച്ച് വീഡിയോ എല്ലാം ആയിട്ട് നിങ്ങളെടുത്ത് വരും. നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ വേറെന്താ പറയാൻ, കമൻറ്റൊന്നും തീരെ ഉണ്ടാവലില്ല. പിന്നെ എന്നെ ആർക്കും അങ്ങനെ പരിചയമൊന്നും ഉണ്ടാവില്ലല്ലോ, എപ്പോഴെങ്കിലും ഇടുന്ന ആളല്ലേ, അതുകൊണ്ട്